രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ വലഞ്ഞ് തൃശൂർ വരന്തരപ്പള്ളി പഞ്ചായത്ത് നിവാസികൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി 7 പേരാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശവും സംഭവിച്ചു. ആനകൾക്കൊപ്പം മറ്റ് മൃഗങ്ങൾ കൂടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയതോടെ നിരവധി ആളുകളാണ് ഇതിനോടകം വീടൊഴിഞ്ഞു പോയത്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലിറങ്ങിയപ്പോൾ കുട്ടിയാന കുഴിയിൽ വീണ് ചരിഞ്ഞതാണ് വരന്തരപ്പള്ളിയിലെ പുതിയ സംഭവം. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ആനശല്യം രൂക്ഷമായ മേഖലയിലെ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെ. രൂക്ഷമായിട്ടൊരു 6-7 വർഷമായിട്ട് രൂക്ഷമായിട്ടുണ്ട്. അതിന് മുൻപ് ചെറിയ തോതിലെ ശല്യമാണെങ്കിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ വീടുകളൊക്കെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി, എല്ലാവരും പോയി. ഇപ്പോൾ അങ്ങോട്ട് പുറത്താണ് പോയി താമസിക്കുന്നത്. അതുപോലെ തന്നെ നിരന്തരം ഇവിടെ പോയി ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ ഇവിടെ എല്ലാം ഫുള്ള് ടാപ്പിങ്ങിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. നിരന്തരം ആനശല്യമുണ്ട്. നമ്മൾ അധികൃതരോട് പറയാറുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ അവരിപ്പോ എന്ത് കാര്യങ്ങളും ഒക്കെ വന്ന് നോക്കിയിട്ട് ഇപ്പോൾ ചെയ്ത് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങനെ പോണത്. പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഫെൻസിങ് ഇതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ട് കുറേയായി. പക്ഷെ ഇവിടെ ഇപ്പോഴും നടപടിയൊന്നും ചെയ്തിട്ടില്ല അവർ. ഈ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് കിഴക്കൻ മേഖല ഫുള്ളായിട്ട് ആനശല്യമാണ്. വന്യമൃഗശല്യമാണ്. ആന മാത്രമല്ല, പുലി, പന്നി, മാൻ, ആന. ഇപ്പോൾ ഇവിടെ 2 പേരെ ആന ഈ പ്രദേശത്ത് തന്നെ 2 പേരെ കൊന്നുണ്ട്. ആന ഇവിടെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് പുലി പിടിച്ചത് ഒരു പശുവിനെ. അങ്ങനെ എന്നും വന്യമൃഗശല്യങ്ങളാണ്. ഇതിനൊരു പ്രതിവിധി ചെയ്യണ്ടേ? ഇതിന് അധികാരികൾ വന്നിട്ട് ഇതിനൊരു പ്രതിവിധി ഇന്നുവരെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകളായ എച്ചിപ്പാറ, കുണ്ടാഴി, കാരിക്കുളം, പാലപ്പിള്ളി പ്രദേശങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആനകൾ സ്ഥിരമായി എത്താറുണ്ട്. 5 വർഷത്തിനിടയിൽ മാത്രം ഒരു വനം വകുപ്പ് ജീവനക്കാരനടക്കം 7 പേരാണ് ആനകളുടെ ആക്രമണത്തിൽ മരിച്ചത്. പഞ്ചായത്തിലുണ്ടായ കൃഷിനാശത്തെക്കുറിച്ച് വ്യക്തമായ കണക്കുകളില്ല. വന്യമൃഗശല്യത്തെ തുടർന്ന് പ്രദേശത്ത് സ്വൈര്യജീവിതം ദുസ്സഹമായതോടെ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ വീടൊഴിഞ്ഞും പോയിട്ടുണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 7 മരണങ്ങൾ ഈ വന്യജീവികളുടെ, പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടവരുണ്ട്. ഈ പാലപ്പള്ളി റേഞ്ചിൽ. അപ്പോൾ അത് ആനകൾ മാത്രമല്ല, മറ്റേ കാട്ടുപന്നികൾ, ഇങ്ങനെയുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള നടപടികൾ എന്ന നിലയിൽ സർക്കാർ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ഇപ്പോൾ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വനസദസ്സ് സംഘടിപ്പിക്കുകയുണ്ടായി. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് വനസദസ്സ് സംഘടിപ്പിച്ച് ഇതിന് പ്രായോഗികമായ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ചില പദ്ധതികൾക്ക് രൂപം നൽകുകയുണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രധാനമായിട്ട് ഒരു RRT ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. വനമേഖലയോട് ചേർന്നു കിടക്കുന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഭൂരിഭാഗ സ്ഥലങ്ങളിലും വൻകിട പ്ലാന്റേഷൻ കമ്പനികളുടെ റബ്ബർ എസ്റ്റേറ്റുകളാണ്. പാട്ടകാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ കാടുമൂടിയതും സംരക്ഷണമില്ലാതെ പോകുന്നതുമെല്ലാം പ്രദേശത്തെ വന്യമൃഗശല്യം ഇരട്ടിയാക്കുന്നു. സമീപകാലത്ത് ആനയുടെ ആക്രമണം അതിരൂക്ഷമായ പഞ്ചായത്തായി മാറിയ വരന്തരപ്പള്ളിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണുള്ളത്. കോട്ടാമ്പി, വരദ, പാലിപ്പള്ളി തുടങ്ങിയ ഫോറസ്റ്റ് സെക്ഷനുകളുടെ കീഴിൽ ഇവിടെ ജോലി ചെയ്യുന്നതാകട്ടെ 60 വനം വകുപ്പ് ജീവനക്കാർ മാത്രം. അതിരൂക്ഷമായ വന്യജീവി മനുഷ്യ സംഘർഷത്തെ നേരിടാൻ ഉദ്യോഗസ്ഥർ നേരിടുന്നത് വലിയ പരിമിതികളാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ് സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടലുകൾ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകണമെന്നാണ് ജനങ്ങളും ജനപ്രതിനിധികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.